ഹലോ, വെൽക്കം ടു കൈതപ്പള്ളി ചാനൽ. ഇന്ന് മൊത്തത്തിൽ മഴ കുറഞ്ഞ ദിവസമാണ്. അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഇവിടെ പറമ്പ് വീണു ഇതൊക്കെ. പിന്നിപ്പോ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വിധി തിങ്കളാഴ്ചയാണ്. അതിന്റെ റിസൾട്ടാണ് എല്ലാവരും കൂട്ടിയും കഴിച്ചു ഇരിക്കുന്നത്. ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, 10,000 അതിൽ താഴെയോ വോട്ടിന് LDF സ്ഥാനാർത്ഥി സ്വരാജ് അവിടെ വിജയിക്കും എന്നാണ് എൻ്റെ കണക്കുകൂട്ടലിൽ വിശകലനത്തിലും എനിക്ക് ബോധ്യപ്പെട്ടത്. കാരണം അവിടെ UDFന്റെ വോട്ടാണ് ഇടതു സ്വതന്ത്രനായി നിൽക്കുമ്പോൾ അൻവറിന് കിട്ടിയത്. വോട്ടും LDFന്റെ സ്വന്തം വോട്ടും കൂടിയാണ് അൻവർ ജയിച്ചത്. ഇപ്പോൾ അൻവർ തനിച്ച് സ്വതന്ത്രനായി മത്സരിക്കുന്നു. UDF വേറെ മുന്നിൽ, BJP വേറെ മുന്നിൽ, LDF. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് തന്നെ ആയാലും UDFന്റെ ആ പിടിച്ച വോട്ട് തന്നെ അൻവറിന് കിട്ടും. 10-15. അപ്പൊ തീർച്ചയായും ഒരു 10,000-ൽ താഴെ വോട്ടിന് നമ്മുടെ ശക്തനായ LDFന്റെ സ്ഥാനാർത്ഥി സ്വരാജ് അവിടെ ജയിക്കും, ഉറപ്പാണ്. പിന്നെ BJP നിർത്തിയിരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണ്. അപ്പൊ ക്രിസ്ത്യൻകളുടെ വോട്ടും ഒക്കെ അദ്ദേഹത്തിന് തന്നെ വീഴും. കോൺഗ്രസിന് 2 വോട്ട്, കുറച്ചൊരു വോട്ട്, ഒരു 2,000-3,000 വോട്ടൊക്കെ ക്രിസ്ത്യൻകളുണ്ട് കോൺഗ്രസിലും. അവരോട്ട് അവർ പിടിക്കും. അതെങ്ങനെ നമ്മൾ വിശകലനം ചെയ്താലും സ്വരാജ് തന്നെ ജയിക്കാൻ 100% സാധ്യത. പിന്നെ സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അവിടെ 3 സ്ഥാനാർത്ഥികളുണ്ട്. അൻവർ, മറ്റേ ഹരിയാന ഷൗക്കത്ത്, നമ്മുടെ LDFന്റെ സ്വരാജ്. അതിലെന്തുകൊണ്ടും നല്ല ഒരു പൊതുപ്രവർത്തകനും നല്ലൊരു ഇമേജുള്ള ആളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു യുവ നേതാവാണ് സ്വരാജ്. അപ്പൊ സ്ഥാനാർത്ഥിയുടെ മികവും ഒരു പ്രധാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഉറപ്പ് പറയുന്നത്. പിന്നെ ഇന്നത്തെ വിഷയം ലോക സാമ്രാജ്യത്വ ശക്തികളും സയനിസ്റ്റ് ഭീകരരും ചേർന്ന് പലസ്തീനെ അടിച്ച് വെറുതെ ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്നവരെല്ലാം വെടിവെച്ച് കൊല്ലുകയാണ്. ചോദിക്കാനാകില്ല. ആകെ അതിനെതിരെ ശബ്ദം ഉയർത്തിയത് ഒരു പാവപ്പെട്ട രാജ്യം യമനും ഹിസ്ബുള്ള, അതും ഇറാൻ സഹായിക്കുന്ന രാജ്യങ്ങളാണ്. ഒരുപാട് സുന്നി വിഭാഗങ്ങളുടെ മുസ്ലിം രാജ്യങ്ങളുണ്ട്. അവരാരും ബിരിയാണിയും കഴിച്ച് അമേരിക്കനെയും ഇസ്രായേലിനെയും സഹായിച്ച് ഇരിക്കുന്നു. തുർക്കി പോലുള്ള കപട രാജ്യങ്ങളുമുണ്ട്. അപ്പൊ ഇറാനാണ് ആ കാര്യത്തില്. ഇപ്പൊ അത് കഴിഞ്ഞ് ഒരു കാരണവുമില്ലാതെ ഇറാനെ ആക്രമിച്ചു ഇസ്രായേൽ, അതും അമേരിക്കയുടെ വൻ പിന്തുണയോടുകൂടി. എന്നിട്ട് ട്രംപ് ഒരു പ്രസ്താവന ഇറക്കി, അമേരിക്ക ഇറാൻ കീഴടങ്ങണം എന്നൊക്കെ പറഞ്ഞ് അതിന് തക്കതായ മറുപടി അപ്പോൾ തന്നെ ആയത്തുള്ള കമ്പനി തിരിച്ചു കൊടുത്തു. എന്തുകൊണ്ടും ഏത് നിലയ്ക്കും ഇവിടുത്തെ സംഖ്യവും പ്രചരിപ്പിക്കുന്ന മാതിരിയല്ല. നമ്മൾക്ക് എല്ലാ നിലയ്ക്കും ഏത് കാലത്തും നമ്മളെ സഹായിച്ചിട്ടുള്ള ഒരു പേർഷ്യ, ഒരു ഗൾഫ് രാജ്യമാണ് ഇറാൻ. ഈ UAE ഗൾഫ് കൺട്രിയൊക്കെ തന്നെ സാമ്പത്തികമായി ഏറ്റവും മുന്നിൽ നിന്നൊരു രാജ്യം തന്നെയാണ്. അപ്പൊ അന്നും എന്നും ഇന്ത്യയോടൊപ്പം ഉറച്ചു ഒരു രാജ്യമാണ് ഇറാൻ. അപ്പൊ ഇവിടെയുള്ള BJPകളും RSSകാരും ഇറാനെ എങ്ങനെയെങ്കിലും നശിച്ചു കാണണം എന്നും പറഞ്ഞിട്ട് ഇവർക്ക് ഈ സയനിസ്റ്റ് ഭീകരർക്ക് വേണ്ടിയിട്ട് ഇവിടെ കിടന്ന് വിളിക്കുന്നു. ചാനലിൽ ഒരു ശ്യാം പ്രസാദ് എന്ന് പറഞ്ഞൊരു ഒരു എന്താ പറയാ, ഒരു രാഷ്ട്രീയ നിരീക്ഷകനും ഉണ്ട്. ശ്രീജിത്ത് മണിക്കറുണ്ട്, രാഷ്ട്രീയ നിരീക്ഷകൻ. അവരൊക്കെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ഒരു വിവരമുള്ള ഒരു മനുഷ്യനും അംഗീകരിച്ചു കൊടുക്കില്ല. കാരണം ചരിത്രം അറിയാവുന്നവർക്ക് അറിയാലോ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം.
അതിപ്പോ വാജ്പേയി ഭരിച്ചിരുന്ന കാലത്ത് വാജ്പേയി എന്താ പറഞ്ഞത്, ഈ അറബ് രാഷ്ട്രങ്ങളെ പലസ്തീൻ ജനത ഇങ്ങനെ ആക്രമിച്ചൊഴുകി യൂതന്മാര് ആ രാജ്യം തന്നെ ഉപേക്ഷിച്ചോളെന്ന് പ്രസ്താവിച്ചാണ് വാജ്പേയി ഭരിക്കുന്നത്. അത് BJP പ്രധാനമന്ത്രി തന്നെയായിരുന്നു. നരേന്ദ്രമോദി വന്നപ്പോഴാണ് ഈ മാറ്റങ്ങളും ഈ വക പ്രശ്നങ്ങളെല്ലാം ഉള്ളത്. നാട്ടില് കലാപങ്ങളും പ്രശ്നങ്ങളെല്ലാം ഉള്ളത്. അതിനു മുമ്പ് വലിയ വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്തുകൊണ്ടും എന്തായാലും ഇറാന് ശക്തി എന്താണെന്ന് ഇസ്രായേൽ മനസ്സിലാക്കി. അമേരിക്കയും ഇറാനും പിന്നിൽ ആളുണ്ടെന്നുള്ളത് മനസ്സിലാക്കി. റഷ്യയും ചൈനയും ശക്തമായ അവരുടെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കൊറിയയിലത്തെ കിങ് ജോർജ് അദ്ദേഹവുമുണ്ട്. അപ്പൊ ഒരു കാരണവശാലും അമേരിക്ക നേരിട്ടൊരു യുദ്ധത്തിൽ പങ്കെടുക്കില്ല. ഇത് നോക്കി ആയുധങ്ങൾ സപ്ലൈ ചെയ്യും. അവർ തന്നെല്ലാം ചെയ്യുന്ന ജെറ്റ് വിമാനങ്ങളും ഒക്കെ കൊടുത്തന്നെ സപ്ലൈ ചെയ്തിട്ട് ഇത് കണ്ട് വീക്ഷിച്ച് നിൽക്കുള്ളൂ. എന്തായാലും ഒരു 1000 പേര് ഇറാന്റെ മരിച്ചാൽ 10,000 കെട്ടിടം ഇറാന്റെ ഒരു 5000 കെട്ടിടവും 500 പേരെങ്കിലും ഇസ്രായേലിന്റെ പോകുന്നു. ഇസ്രായേൽ ചിരിക്കാനും പോയിക്കൊണ്ടിരിക്കുകയാണ്. ബങ്കറിന്റെ ഉള്ളിൽ ഇങ്ങനെ ജനം തല്ലി ഓടിക്കുന്നത്. അതിനിടയിൽ മറ്റു രാജ്യക്കാരെ, വിദേശികളെ, ഇന്ത്യക്കാരെ, ക്രിസ്ത്യാനികളെ, മറ്റു യൂതന്മാരൊഴിച്ച് അയക്കാരെ ബങ്കറിൽ കയറ്റുന്നില്ല. അവരോട് ഇപ്പോഴും നമ്മുടെ ഇവിടുത്തെ മാതിരി ജാതി മനോഭാവം കാട്ടണം യൂതന്മാര്. ആ യൂതന്മാരെ പിന്നെ BJP RSSകാർക്ക് സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കാൻ ഒരിക്കലും പറ്റില്ല. സംഖ്യകളുടെ ക്രിസ്ത്യൻഖ്യകളുടെ ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. അപ്പം മഴയ്ക്ക് ഒരു ശമനം കിട്ടിയിട്ടുണ്ട്, വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഒരാഴ്ച ഇങ്ങനെ ഒരു നാട്ടിൽ നിന്ന് മാറി ഇന്നലെയാണ് വന്നത്. അപ്പോൾ കൈതപ്പിടി ചാനലിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ ഞാനീ പറഞ്ഞത് സ്വരാജിന് തിങ്കളാഴ്ച പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാം. ജയ് ഹിന്ദ്. ഓക്കെ, ഇരുന്ന് ചാനൽ.